ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ള എൻ്റെ ഈവനിങ് റൊട്ടീനും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 4:30 മിക്ക ദിവസങ്ങളിലും ഞാൻ എൻ്റെ സ്റ്റോപ്പിലെത്തും. ഈവനിങ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരേപോലെ ആവില്ല എല്ലാ ദിവസവും. ഓരോ ദിവസം ഓരോ പോലെ ആവും. ഏതായാലും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നമുക്ക് കാണാം. വീട്ടിലെത്തി ഫ്രഷായി പ്രയറെല്ലാം കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് എത്താറുണ്ട്. ഹസ്ബൻഡ് എത്തിയതിന് ശേഷം ഹസ്ബൻഡ് ഫസ്റ്റ് ചെടി നനയ്ക്കാനാണ് പോവുക. അപ്പോൾ ജസ്റ്റ് ഞാനും ഒന്ന് പുറത്തിറങ്ങും. വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഉമ്മ, ഞങ്ങൾ 3 പേരാണ് ഇവിടെ വീട്ടിലുള്ളത്. ഹസ്ബൻഡ് എത്തി ചെടി നനയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാനും ഏതായാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് വ്ളോഗിൽ ചെടി വാങ്ങാൻ പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വ്ളോഗിൽ ആ ചെടികളെല്ലാം കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെടി നനച്ചിട്ടാണ് ചായ കുടിക്കാറ്. അധിക ദിവസം ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആവും കഴിക്കാറ്. ഇന്ന് ഏതായാലും എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ്. ഉള്ളിയും കടലപ്പൊടിയും മാത്രം ചേർത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഉള്ളി പക്കോടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ റെസിപ്പി ഇതിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ചെടിയെല്ലാം നനച്ച് കഴിഞ്ഞു. ഇനി സ്നാക്സിനുള്ളത് റെഡിയാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഓണിയൻ പക്കോട. ഇതിന് ഇൻഗ്രീഡിയൻസും അധികം ഒന്നും ആവശ്യമില്ല. ഓണിയൻ, കടലപ്പൊടി, ബേക്കിംഗ് സോഡ, ഉപ്പ്, വേണമെങ്കിൽ ആവശ്യത്തിന് കളർ. ഇത് മാത്രം മതി. ഇത് മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഒരു പാത്രത്തിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഉപ്പും ബേക്കിംഗ് സോഡ, പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഓണിയൻ പക്കോട നന്നായി വരുന്നത്. മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്യാം. വെള്ളം കൂടിപ്പോയാൽ ഓണിയൻ പക്കോട നന്നാവില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓണിയൻ കട്ട് ചെയ്യാം. ഓണിയൻ കട്ടില്ലാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്ത ഓണിയൻ കടലപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഒണിയൻ പക്കോട റെഡിയാക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ആവുന്നതാവും നല്ലത്. ലോ ഫ്ലെയിമിലായാൽ എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഓണിയൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇത് ഫ്രൈ ആയാൽ ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ നമുക്കത് എടുക്കാം. ഓണിയൻ പക്കോട റെഡിയായി. ഇനി ചായ ഉണ്ടാക്കാം. ചായ കുടിച്ചു കഴിഞ്ഞു. ചായപ്പൊടി റോസ്ക് ഇടുന്നതാണ് പതിവ്. അതിൻ്റെ ഇടയിൽ വാഷിങ്ങും നടക്കുന്നുണ്ട്. ഹസ്ബൻഡിന് നാളത്തേക്ക് ഇടാനുള്ള ഷർട്ട് ഇപ്പോൾ വൈകുന്നേരം തന്നെ അയൺ ചെയ്ത് വെക്കലാണ്. കാരണം കറണ്ട് എപ്പോഴാണ് പോവുക വരിക എന്നറിയില്ല. ഇതാണ് ജോലി കഴിഞ്ഞ് വന്നാലുള്ള എൻ്റെ ഈവനിങ് റൊട്ടീൻ. ഈവനിങ് ഹസ്ബൻഡ് ചെടി നനയ്ക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എടുത്തൊരു 4 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.